അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു ത്വാരിഖ് 17-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദ. അതിനാൽ സത്യനിഷേധികൾക്ക് താങ്കൾ അവധി നൽകുക, അവർക്ക് അല്പം സമയം നീട്ടിക്കൊടുക്കുക. ഫമഹിൽ അതിനാൽ താങ്കൾ അവധി നൽകുക, അൽ കാഫിരീന സത്യനിഷേധികൾക്ക്, അംഹിൽ അവധി നൽകുക, ഹും അവർക്ക്, റുവൈദ സാവധാനം, അല്പസമയം. സത്യനിഷേധികൾ സത്യനിഷേധത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്ന എല്ലാറ്റിനെയും അവർ തള്ളിക്കളയുന്നു. ഖുർആനെ തള്ളിക്കളയുന്നു. അതിൽ വളരെ ഊന്നി പഠിപ്പിച്ച അന്ത്യനാളിനെ അങ്ങേയറ്റം പരിഹാസത്തോടെ നിഷേധിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ നിഷേധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ സത്യനിഷേധികളെ എന്തുകൊണ്ട് അള്ളാഹു ശിക്ഷിക്കുന്നില്ല എന്ന് സംശയിക്കേണ്ടതില്ല. അവർ എത്ര അളവിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. സത്യത്തിൽ അവധി നീട്ടിക്കിട്ടിയാൽ ആ അവധി ഒരു മനുഷ്യന് നന്നാവാനും തിരുത്താനുമാണ് ഉപകരിക്കേണ്ടത്. പക്ഷേ ഈ നിഷേധിക്കൂട്ടത്തിന് എത്രത്തോളം അവധി നീട്ടിക്കിട്ടിയാലും അവർ കൂടുതൽ വഴികേടിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാനേ ഉപയോഗിക്കുകയുള്ളൂ. അത് എത്ര മുന്നോട്ട് പോകുന്നു എന്ന് താങ്കൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും. അതിനാൽ താങ്കൾ അവർക്കെതിരിൽ പെട്ടെന്ന് പ്രാർത്ഥിക്കേണ്ടതില്ല. താങ്കൾ നോക്കിക്കാണുക, അവധി കൊടുത്തു നോക്കുക, അവരെത്രത്തോളം അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും നിഷേധത്തിൻ്റെയും വഴിയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന്. സാവകാശം നീട്ടിക്കൊടുത്ത് അവരുടെ തിന്മകളുടെ ത്രാസ് നിറഞ്ഞ് ഒരിക്കലും ഒരു ഒഴികഴിവും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഭീകരമായ കുരുക്കിൽ അവർ പെടുകയാണ് ചെയ്യുക. എത്രത്തോളം അവധി കിട്ടുന്നുവോ അത്രത്തോളം അവരുടെ കുരുക്ക് മുറുകിക്കൊണ്ടേയിരിക്കും. റുവൈദ അല്പം സാവകാശം നൽകാനാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പറയുന്നത്. അറ്റമില്ലാത്തത്ര സാവകാശം നൽകേണ്ടതില്ല, മറിച്ച് അല്പസമയം നൽകി നോക്കൂ. അതുതന്നെ അവരുടെ കുരുക്കിനെ വീണ്ടും മുറുകാനേ ഉപകരിക്കുകയുള്ളൂ. ചൂണ്ടലിട്ട് മത്സ്യം പിടിക്കുന്നവർ അവരുടെ ചൂണ്ടലിൽ മത്സ്യം കുത്തിയാൽ അയച്ചയച്ചു കൊടുക്കുന്നത് മത്സ്യത്തിൻ്റെ വയർ നിറയട്ടെ, അത് ഭക്ഷണം കഴിച്ച് അതിൻ്റെ മനം കുളിർക്കട്ടെ എന്ന് കരുതിയിട്ടല്ലല്ലോ. ആ മത്സ്യത്തെ അയച്ചു കൊടുത്ത് കുരുക്ക് കൂടുതൽ മുറുക്കാനാണ്, പിന്നീട് അത് ചാടി രക്ഷപ്പെടാതിരിക്കാനാണ്. അതുപോലെ ഇവർക്ക് അവധി നീട്ടിക്കൊടുത്ത് സാവകാശം നീട്ടിക്കൊടുത്ത് കുരുക്കങ്ങ് മുറുകി ഒരൊറ്റപ്പിടുത്തം അള്ളാഹു പിടിക്കും. അതിന് താങ്കൾ കാത്തിരിക്കുക. ശിക്ഷയുടെ ദൃഷ്ടാന്തങ്ങൾ എന്തേ അള്ളാഹു ഇവർക്ക് കാണിച്ചു കൊടുക്കാത്തത് എന്ന് ചിന്തിക്കരുത്. ഇവർക്ക് സാവകാശം കൊടുക്കാൻ അള്ളാഹുവാണ് തീരുമാനിച്ചത്, കുറേ കൂടി മുന്നോട്ട് പോകട്ടെ എന്ന്. അത് തന്നെ താങ്കളും സ്വീകരിക്കുക, താങ്കൾ അവർക്ക് സാവകാശം നൽകുക. ഇവർ ഇങ്ങനെ കുറേ കൂടി മുന്നോട്ട് പോകുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നതിനാൽ ആ ഇഷ്ടത്തെ താങ്കൾ പരിഗണിക്കുക. വ്യക്തിപരമായ എല്ലാ താല്പര്യങ്ങളും എല്ലാ ഇഷ്ടങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ആ ഇഷ്ടത്തിൻ്റെ പിറകെയാണ് ഏതൊരു വിശ്വാസിയും പോകേണ്ടത് എന്ന പാഠം വരികൾക്കിടയിൽ നമ്മൾ വായിക്കേണ്ട ഒരു സൂക്തം കൂടിയാണ് ഇത്. സത്യനിഷേധികളെ പെട്ടെന്ന് തുടച്ചു നീക്കാനും അവർക്കെതിരെ തന്ത്രം പ്രയോഗിച്ച് അവരെ ഇല്ലാതാക്കാനുമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മറിച്ച് സത്യം ഗ്രഹിക്കാൻ മതിയായ അവസരം നൽകുകയും പിന്നീട് അവരേതളവിൽ അതിനെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നോക്കിക്കാണുകയും ചെയ്ത ശേഷമേ അള്ളാഹു അവരെ പിടികൂടുകയുള്ളൂ. ഇത് അള്ളാഹുവിൻ്റെ ചര്യയാണ്, അവൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ സവിശേഷം ശ്രദ്ധ കൊടുത്തു ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളില്ല, നീട്ടാനോ മണിക്കാനോ ഒന്നും ഈ സൂക്തത്തിലില്ല. ഫമഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുകയും അവൻ്റെ കാരുണ്യത്തിൻ്റെ സ്വർഗത്തിൽ നമ്മെല്ലാം പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ.